എം എൽ എ ആണ് ഈ BRDCയുടെ പേരിൽ BRDC നടത്താൻ തീരുമാനിച്ച ബീച്ച് ഫെസ്റ്റിനെ അസർപ്പ് ചെയ്തുകൊണ്ട് അത് സ്വന്തമായി സ്ഥാപിച്ചെടുത്തുകൊണ്ട് MLA ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് പിന്നീട് ബീച്ച് ഫെസ്റ്റ് നടത്തിയത്. BRDC അല്ല ഫെസ്റ്റ് നടത്തിയത്. സർക്കാർ നൽകിയ ഉത്തരവിലും ആ ഉത്തരവിന് അനുസൃതമായ BRDC ആദ്യം ചേർന്ന യോഗത്തിലും എടുത്ത തീരുമാനം BRDCയുടെ MD ആണ് ഇതിന് എല്ലാറ്റിനും ചുക്കാൻ വഹിക്കേണ്ടതെന്നാണ്. ആ MD ചുക്കാൻ വഹിക്കുന്നതിന് പകരം പിന്നീട് നമുക്ക് കണ്ടത് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സെൽഫ് സ്റ്റൈൽഡ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിക്കൊണ്ട് സ്ഥലം MLA ഇത് കൈയാളുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ടുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ നൽകിയ 37 ലക്ഷത്തിൻ്റെ GST നോട്ടീസിന് BRDC നൽകിയ മറുപടി എന്താണെന്നാണ് ഭയങ്കര വിചിത്രമായിരിക്കുന്നത്. ഇത് നടത്തുന്നത് BRDC അല്ല, ഇത് നടത്തുന്നത് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നാണ് പറഞ്ഞത്. ബേക്കൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നാണ് പറഞ്ഞത്. ആ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്താണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അതിലേറെ വിചിത്രമായൊരു സംഭവം. അങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടാക്കിയത് ഇതിന് ശേഷമാണ്. ആ കൗൺസിലിൻ്റെയും ആ സൊസൈറ്റിയുടെയും ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും ഭാരവാഹികൾ എന്ന് പറയുന്നത് ഇതേ MLAയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മണികണ്ഠൻ എന്ന ആളും BRDCയുടെ MDയുമാണ്. BRDC MD എങ്ങനെയാണ് ഒരു സ്വകാര്യ സൊസൈറ്റിയുടെ ഭാരവാഹിയാവുക എന്ന് പറയുന്നത് നമുക്ക് വിചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ചട്ടങ്ങൾ, സർവീസ് ചട്ടങ്ങൾ ബാധകമാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗൂഢസംഘം ഇങ്ങനെ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും ഇനി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത നിയമ നടപടിയുമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇവരുടെ ഈ ബീച്ച് ഫെസ്റ്റിനിടയിൽ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന ഫെസ്റ്റിൽ വേടനെ മുൻനിർത്തി മറിയാക്കി നടത്തിയ ഫെസ്റ്റിൽ തിക്കിലും തിരക്കിലും പെട്ട് ഓരോ വിദ്യാർത്ഥി ട്രെയിനിനടിയിൽപ്പെട്ട് മരണപ്പെടുകയും അത് താങ്ങാനാവാതെ അവരുടെ പാരൻസ്, ആ കുട്ടിയുടെ പാരൻസ് ആത്മഹത്യയും ചെയ്ത ഒരു സംഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയ ടൂറിസം പ്രൊമോഷൻ എന്നിവർ അവകാശപ്പെടുന്നത്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. 3 ജീവനാണ് ഈ ബീച്ച് ഫെസ്റ്റിൻ്റെ പേരിൽ നടന്നിട്ടുള്ളത്. അത് വളരെ ദുഃഖകരമാണ്.